കേരള സർക്കാരിൻ്റെ VIP പരിഗണനയിലുള്ള 2 അതിഥികൾ നമ്മോടൊപ്പം ചേരുകയാണ്. അതിരറ്റ സന്തോഷം എന്ന് പറയുന്നത് കയ്യിൽ അവരിനി താമസിക്കാൻ പോകുന്ന വീടിൻ്റെ പട്ടയം കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഒരു സന്തോഷത്തിലാണ് അവരുള്ളത്. എൻ്റെ പേര് അനിൽകുമാർ എന്നാണ്. വളരെ സന്തോഷമുണ്ട്, സങ്കടമുണ്ട്. അതായത് സന്തോഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇതുവരെ ഒരുമിച്ച് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ എല്ലാവരും അടുത്തടുത്ത് തന്നെയാണ്. ചുരകമുണ്ടൊക്കെ എല്ലാവരും ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കുന്നുണ്ട്. സങ്കടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൊച്ചും എൻ്റെ അമ്മയും നഷ്ടപ്പെട്ട് നഷ്ടപ്പെട്ട ഈ വീട് കൂടാനുള്ള സമയത്ത് അവർ രണ്ടുപേരില്ല എന്നുള്ളൊരു സങ്കടമാണുള്ളത്. ഇതിൽ നഷ്ടപ്പെട്ടതാണ് ഈ ദുരന്തത്തിൽ. പിന്നെ വളരെയധികം സന്തോഷം എന്ന് പറഞ്ഞാൽ സർക്കാർ ചെയ്തത് അത്രയും നല്ലൊരു കാര്യങ്ങളാണ്. ഇതുവരെ നമ്മളെ കൈവിടാണ്ട് നമ്മളെ കൂട്ടുപിടിച്ച് നല്ല കാര്യമാണ് ചെയ്തിരിക്കുന്നത്. ഞാൻ വിദേശത്തായിരുന്നു, യൂറോപ്പിലായിരുന്നു. ലീവിന് വന്ന് പിറ്റേ ദിവസം പോകേണ്ട ആളായിരുന്നു. അങ്ങനെയാണ് സ്പൈൻ ഇഞ്ചുറി ആയി. ഇപ്പോഴും ഒരു സർജറി കഴിഞ്ഞ്, കഴുത്തിൻ്റെ സർജറി കഴിഞ്ഞ് നിൽക്കുകയാണ്. ഇപ്പോൾ കയ്യിൽ കരുതിയിരിക്കുന്നത് നിങ്ങളിനി താമസിക്കാൻ പോകുന്ന വീടിൻ്റെ പട്ടയാണ് അല്ലേ? അതൊരു സന്തോഷം നൽകുന്ന ഒരു മൊമെന്റ് അല്ലേ? സന്തോഷമുണ്ട്, നല്ല സന്തോഷമുണ്ട്. ഞങ്ങൾ ഇത്ര ദിവസം ഫോട്ടോസിൽ വീഡിയോസിൽ മാത്രം കണ്ടിരുന്നു. ഇവിടെ വന്നിട്ട് കണ്ടിട്ട് നല്ല സന്തോഷമുണ്ട്. ഓരോ കുടുംബത്തിനും പറയാനുള്ളത് അവരനുഭവിച്ച വലിയ ഒരു ദുരന്തം അവർക്ക് മാത്രം അറിയുന്ന, നമ്മൾ ഒരു കഥയായിട്ടൊക്കെ കേട്ട് തള്ളാവുന്ന, പക്ഷേ അവർ അനുഭവിച്ചറിഞ്ഞ തീക്ഷ്ണമായ യാഥാർത്ഥ്യത്തിന്റെ ഒരു സത്യം കൂടിയാണ് അത്. അതുകൊണ്ട് ഇങ്ങനെയുള്ളവരെ ചേർത്ത് പിടിക്കാൻ കാണിച്ച കേരള സർക്കാരിനെയും കേരള ജനതയെയും മലയാളികളെയും മൊത്തത്തിൽ ഒന്നടങ്കം നന്ദിയോടെ സ്മരിക്കുകയാണ്.